എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മാത്ത് പ്ലസ് എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഇതിൽ നിന്നും എങ്ങനെ നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഒരു ആപ്പിൽ നിന്ന് നമുക്ക് ചെറിയ രീതിയിലുള്ള ഏർണിംഗ് എല്ലാം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഏർണിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല. അതുപോലെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഒന്നും ആവശ്യമില്ല. നെറ്റ് കണക്ഷൻ ഉള്ളൊരു മൊബൈൽ മാത്രം ഉണ്ടായാൽ മതി. അപ്പോൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നും മാത്ത് പ്ലസ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ലോഗിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെയിൽ ID നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിൽ ലോഗിൻ ചെയ്തിരിക്കണം കേട്ടോ. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഈ പേജിൻ്റെ ഏറ്റവും മുകളിൽ വലതുവശത്തായിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റാറിൻ്റെയും ഒരു കോയിൻ്റെയും ഐക്കൺ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം എനിക്ക് ഓൾറെഡി 5 സ്റ്റാർസ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റിവാർഡ് ലഭിക്കുന്നതാണ്. ഈ സ്റ്റാറിനെയാണ് നമ്മൾ ടോക്കൺ എന്ന് പറയുന്നത് കേട്ടോ. ഈ ടോക്കൺ ഏൺ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള മാത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആഡ്സ് വരും. ഈ ആഡ്സ് കണ്ടാൽ നമുക്ക് ടോക്കൺ ലഭിക്കുന്നതായിരിക്കും. അതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള മാത്ത് പ്രോബ്ലംസ് ലഭിക്കാനായിട്ട് നിങ്ങൾ പ്ലേ ക്യൂസ് എന്ന് കാണുന്ന ബോക്സിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് തരുന്നുണ്ടായിരിക്കുക. അതിൻ്റെ ശരിയായ ആൻസറിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ പുറകെ ഇങ്ങനൊരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇതിൽ വാച്ച് ആൻഡ് ക്ലെയിം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ആഡ് വരുന്നതായിരിക്കും. ഇതിപ്പോൾ കോപ്പിറൈറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ സ്റ്റാർ വെച്ച് മാസ്ക് ചെയ്തിരിക്കുന്നത്. കുറച്ച് സെക്കൻഡുകൾ മാത്രം ഈ ആഡ് കണ്ടു കഴിഞ്ഞാൽ പേജിൻ്റെ മുകളിലായി ക്ലോസ് ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ആഡ് ക്ലോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആഡ് ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ മാത്ത് പ്രോബ്ലംസിൻ്റെ പേജിലേക്ക് ഇങ്ങനെ പോകുന്നതായിരിക്കും. വീണ്ടും നമ്മൾ ആൻസർ കറക്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്ത് വീണ്ടും ആഡ് കാണുക. എന്നാൽ മാത്രമേ നമുക്ക് ടോക്കൺ ഏൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ആഡിന് ശേഷം ഞാൻ ഈ പേജിൽ നിന്ന് എക്സിറ്റ് ആവുകയാണ്. എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ടോക്കൺ വെച്ചിട്ട് ഇതിൽ ആക്ടിവിറ്റി ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എക്സിറ്റായി നമ്മൾ മെയിൻ ഹോം പേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിൽ ഒരുപാട് ഇൻ്റർഫേസസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഫോളോ എന്ന് പറയുന്നൊരു ആക്ടിവിറ്റിയാണ്. അതിൽ അവർ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനാണ്. അങ്ങനെ ഫോളോ ചെയ്ത് നമുക്ക് പോയിൻ്റ് നേടാൻ സാധിക്കും കേട്ടോ. ഇങ്ങനെ ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് നേടുന്ന പോയിൻറ്റ്സ് നമുക്ക് കോയിനായിട്ടാണ് ലഭിക്കുന്നത്. കോയിൻ നേരിട്ട് നമ്മൾക്ക് ഇന്ത്യൻ റുപ്പി ആയിട്ട് നമ്മുടെ ഗൂഗിൾ പേയിലേക്ക് ട്രാൻസ്ഫർ ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് ഇതിൽ കാണുന്ന പബ് സ്കെയിൽ എന്ന ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കാണുന്ന വുഡ് ബ്ലോക്ക് പസിൽസ് എന്ന് പറയുന്നത് അതെടുത്ത് നോക്കാം. അതിന് ഓരോ സ്റ്റേജ് എത്തുമ്പോഴാണ് നമുക്ക് കോയിൻസ് ഏൺ ചെയ്യാൻ സാധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പറ്റുന്ന അത്രയും സ്റ്റെപ്പ് വരെ നമുക്ക് പ്ലേ ചെയ്തിട്ട് ഏൺ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഏൺ ചെയ്യുന്ന കോയിൻസാണ് നമ്മൾക്ക് ഇന്ത്യൻ റുപ്പി ആയിട്ട് നമ്മുടെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ആക്ടിവിറ്റിയാണ് സർവേയോ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് നോക്കാം. അവർ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ID വെരിഫൈ ചെയ്യുക. അതിനുശേഷം അവർ തരുന്ന സർവേ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്ന കോയിൻസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇതെല്ലാം ചെയ്തുകൊണ്ടാണ് നമ്മൾ കോയിൻസ് ഏൺ ചെയ്യേണ്ടത്. പക്ഷേ സൂക്ഷിക്കുക, നിങ്ങളുടെ ആധാർ കാർഡോ പാൻ കാർഡോ മറ്റു ഡീറ്റെയിൽസോ കൊടുത്തുകൊണ്ടുള്ള യാതൊരു ആക്ടിവിറ്റിയും നിങ്ങൾ ചെയ്യരുത്. ഞാൻ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, കോയിൻസ് നമുക്ക് ഗൂഗിൾ പേയിലേക്ക് ഇന്ത്യൻ റുപ്പിയായി ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുമ്പോൾ എല്ലാ ദിവസവും ഒരേ റേറ്റ് ആയിരിക്കില്ല തരുന്നത്. അത് ഓരോ ദിവസവും അതിൻ്റെ റേറ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സിമ്പിളായിട്ടുള്ള മാത്ത് പ്രോബ്ലം ചെയ്യുക. അതിനുശേഷം വരുന്ന ആഡുകൾ വാച്ച് ചെയ്യുക. അങ്ങനെ കിട്ടുന്ന ടോക്കൺ ഉപയോഗിച്ചാണ് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ആക്ടിവിറ്റികൾ ചെയ്യേണ്ടത്. ഈ ആക്ടിവിറ്റി ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് കോയിൻസ് ലഭിക്കുകയുള്ളൂ. ഈ കോയിൻസാണ് നമുക്ക് നമ്മളുടെ ഗൂഗിൾ പേയിലേക്ക് ഇന്ത്യൻ റുപ്പിയായി ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോയുമായി വേറൊരു ദിവസം കാണാം.